എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പാർട്ട് 2 ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 1 ഉള്ള സെക്ഷൻ 3, 4, 5 ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. BNSS 2023 പ്രകാരം കുറ്റങ്ങൾ വിചാരണ ചെയ്യാനുള്ള കോടതി അധികാരം പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ്? ഓപ്ഷൻ സി ആണ് ചരിത്രം, വകുപ്പ് 3. BNSS 2023 പ്രകാരം സെഷൻസ് കോർട്ടിന് കീഴിലുള്ള കോടതികളുടെ അധികാരം നിർണയിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ചരിത്രം, ഹൈക്കോടതി. BNSS 2023 പ്രകാരം സെഷൻസ് കോർട്ടിന് കിട്ടുന്ന ശിക്ഷ അധികാരത്തിന്റെ പരമാവധി പരിധി എന്താണ്? ഓപ്ഷൻ സി ആണ് ചരിത്രം, ജീവപര്യന്തം ശിക്ഷയും മരണശിക്ഷയും. BNSS 2023 പ്രകാരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിന് പരമാവധി ശിക്ഷ അധികാരം എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ചരിത്രം, 3 വർഷം വരെ. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്സിന് BNSS 2023 പ്രകാരം അനുവദിച്ചിരിക്കുന്ന പരമാവധി പിഴത്തുക എത്രയാണ്? ഓപ്ഷൻ സി ആണ് ചരിത്രം, 5000 രൂപ വരെ. BNSS 2023 പ്രകാരം സെന്റൻസസ് വിച്ച് ഹൈക്കോർട്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് മേ പാസ് എന്നത് വ്യക്തമാക്കുന്നത് ഏത് വകുപ്പിലാണ്? ഓപ്ഷൻ ഡി ആണ് ചരിത്രം, വകുപ്പ് 6. BNSS 2023 പ്രകാരം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയുള്ള അധികാരത്തിന്റെ അടിസ്ഥാനം ഏത് വിഭാഗത്തിൽ പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ചരിത്രം, സെക്ഷൻ 5. BNSS 2023 പ്രകാരം കോടതി ശിക്ഷ നൽകുമ്പോൾ അതിന് പരിധിയുണ്ടോ? ഓപ്ഷൻ സി ആണ് ചരിത്രം, അതെ, ഓരോ കോടതിക്കും വ്യത്യസ്ത പരിധിയുണ്ട്. BNSS 2023 പ്രകാരം ഹൈക്കോർട്ട് പൂർണ്ണമായ അധികാരത്തോട് ഏത് വിധത്തിലുള്ള ശിക്ഷകളും വിധിക്കാമോ? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ആണോ? BNSS 2023 അനുസരിച്ച് പവർ ഓഫ് മജിസ്ട്രേറ്റ്സ് എന്ന വിഭാഗത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത് ഏത് വകുപ്പിലാണ്? ഓപ്ഷൻ എ ആണ് ചരിത്രം, സെക്ഷൻ 5.